എൻ്റെ അമ്മേ, ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ സൂപ്പറാണെന്ന് വെച്ചാൽ സൂപ്പറാണ്. നമ്മുടെ മുടി അങ്ങനെ പഞ്ഞു മിഠായി പോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് മാറും എന്നുള്ളതാണ്. നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് സ്മൂത്തനിങ് ചെയ്യില്ലേ, ആ ഒരു എഫക്റ്റാണ് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുത്ത് ഈ ഒരു ഹെയർ പാക്കിനുള്ളത് കേട്ടോ. സോഫ്റ്റ് മാത്രമല്ല, നമ്മുടെ മുടിക്ക് നല്ലതുപോലെ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടിയിലെ ഡ്രൈനെസ്, സ്പ്ലിറ്റൻസ്, പൊട്ടിപ്പോവുക, ഹെയർ ലോസ്, ഹെയർ ഗ്രോത്ത് ഇല്ലാത്തത്, ഇതിനൊക്കെ പൊതുവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള എൻ്റെ ഫേവററ്റ് ഹെയർ പാക്കുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എനിക്ക് ഇങ്ങനെ മുടി വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ മുടിയില്ലാതിരുന്ന സമയത്ത് മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുടിയിൽ ഞാൻ എന്തൊക്കെയാണോ ട്രൈ ചെയ്തത് അത് ഡേ ബൈ ഡേ ആയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും അതിനുള്ളതാണ്. അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ്, എൻ്റെ മുടിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആദ്യം എടുക്കുന്നത് നമ്മുടെ ഉലുവയാണ്. ഉലുവ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒന്നാണ്. മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഉലുവ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഉലുവ എൻ്റെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുടി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു ദിവസം രാത്രി മുഴുവനായിട്ടും തന്നെ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. രാത്രി, അതായത് ഇന്ന് രാത്രി നമ്മൾ കുതിരാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഞാൻ തലേന്ന് തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണ്. നല്ലപോലെ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ഉലുവ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തേങ്ങയാണ്. തേങ്ങയും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒന്നാണ്. അപ്പോൾ നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതും നമുക്ക് എടുക്കാം കേട്ടോ. ഒരു പിടി കണക്കിന് തേങ്ങ ചിരവിയത് ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മുടെ മുടിയെ സോഫ്റ്റ് എന്ന് വെച്ചാൽ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി മാറ്റാനും നമ്മുടെ മുടിയെ നല്ലതുപോലെ ഇങ്ങനെ തിളക്കമുള്ളതാക്കി മാറ്റാനും ഒക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ തേങ്ങാപ്പാൽ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ തലയിൽ താരൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ താരനെ നന്നായിട്ട് കുറയ്ക്കാനും, നമ്മുടെ മുടിയിലെ ഡ്രൈനെസ്, സ്പ്ലിറ്റൻസ്, മുടി പൊട്ടി താഴെ വീഴുക, അതേപോലെ തന്നെ ഹെയർ വാഷ് ചെയ്തെടുക്കുമ്പോൾ മിക്ക ആൾക്കാരും പറയുന്നൊരു പരാതിയാണ് മുടി ഒരുപാട് ഡ്രൈ ആയി പോകുന്നു എന്നുള്ളത്. ഇതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ തേങ്ങാപ്പാൽ കേട്ടോ. ഇനി ഇത് രണ്ടും പാടെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുക. എക്സ്ട്രാ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കരുത്. നമ്മുടെ ഉലുവയുടെ വെള്ളവും അതേപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ അതിൻ്റെ നീര് വരും. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്കിലേക്ക് ചേർക്കാതെ ഉലുവ കുതിർത്ത് വെച്ച വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ച് ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ അങ്ങനെ തന്നെ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം നമ്മുടെ തേങ്ങയുടെ തരിയും അതേപോലെ തന്നെ നമ്മുടെ ഉലുവയുടെ തരിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു പോളിസ്റ്ററിൻ്റെ ഷോൾ ഉണ്ടല്ലോ, അതിൽ ഒഴിച്ച് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക, ഫിൽറ്റർ ചെയ്തെടുക്കുക. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ 2 ഗുണങ്ങളാണുള്ളത്. കോൾഡ് വരാം, നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉലുവ തണുപ്പുള്ളവർക്ക് കോൾഡ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനും നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ തരികൾ നമ്മുടെ മുടിയിൽ പറ്റിപ്പിടിക്കുകയില്ല. അപ്പം നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്രീമി ടെക്സ്ചറിൽ നല്ലൊരു ക്രീം പേസ്റ്റ് പോലെ ആയിട്ടുണ്ടാവും നമ്മുടെ ഹെയർ പാക്ക്. കണ്ടില്ലേ, ഇത്രയും സ്മൂത്ത്നെസ് ആയിരിക്കും അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിന് കിട്ടുക. ഇനി നമ്മൾ അരിച്ചെടുത്ത് നമ്മുടെ ഹെയർ പാക്കിലോട്ട് നമ്മൾ അവസാനമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും കേട്ടോ. ഇത് മാത്രം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുക. കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. കാസ്റ്റർ ഓയിൽ നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. മുടിക്ക് പെട്ടെന്ന് നീളം വെച്ച് വളരാനൊക്കെ കാസ്റ്റർ ഓയിൽ സൂപ്പറാണ്. മെഡിക്കൽ ഷോപ്പിൽ കിട്ടും കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നിറച്ചും എടുത്ത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഓയിൽ 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണയില്ലേ അത് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം. ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ മുടിയിലും ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ തലയിൽ താരൻ പോവാനും മുടി നന്നായിട്ട് വളരാനും വേണ്ടിയിട്ടാണ്. മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഡ്രൈനെസ് ഇല്ലാതിരിക്കാനും പൊട്ടിപ്പോവാതിരിക്കാനും മുടി ഡ്രൈ ആവാതിരിക്കാനും. ചിലരുടെ മുടിയൊക്കെ ഒരുപാട് ഡ്രൈ ആവാറുണ്ട്, അങ്ങനെ ഇല്ലാതിരിക്കാനും
നമ്മുടെ മുടി നീളത്തിൽ കിടക്കുന്നുണ്ടല്ലോ അത് നല്ലതുപോലെ തിക്കായിട്ട് മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ മുടി ഇഴകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഹെയർ പാക്ക് ഇടുമ്പോൾ നമുക്ക് ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ നമ്മുടെ നോർമലി ഉള്ള നമ്മുടെ മുടിയേക്കാളും നല്ലൊരു ഗ്രോത്ത്, നല്ലൊരു തിക്നെസ് നമുക്ക് വന്നതുപോലെ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ലെയറുകളായിട്ട് നമ്മുടെ മുടിയെ തിരിച്ചിട്ട് മുടിവേര് മുതൽ മുടിയുടെ എൻഡ് വരയ്ക്കും ഇങ്ങനെ വലിച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് നേരം മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റിന് ശേഷം നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പു ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ മുടി കഴുകിയെടുക്കുക. ഇനി ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം മുടിയിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ടും അതേപോലെ തന്നെ അന്നത്തെ ദിവസം രാത്രി ചെയ്യുന്ന എൻ്റെ ഹെയർ കെയർ ടിപ്സും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ നമ്മുടെ സ്കാൽപ്പിൽ വേണം നമ്മൾ ടോണേഴ്സ് ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും ഹെയർ ഓയിൽ ആണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്കിത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞതുകൊണ്ട് ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇനി നമ്മുടെ മുടിയൊക്കെ അവിടെ കിടന്നുടങ്ങിക്കോട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വന്ന് കഴിയുമ്പോൾ നമുക്ക് മിക്ക ആൾക്കാർക്കും കൈയും കാലിലും വല്ലാത്തൊരു തളർച്ചയായിരിക്കൂലേ. നമ്മൾ നമ്മുടെ വീട്ടിൽ പോയാലോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ നമ്മുടെ വീട്ടിലോട്ട് വന്നാലോ നമുക്ക് പിന്നെ പണി ചെയ്യാനേ മടിയായിരിക്കും. ഫുള്ളും അമ്മമാർ ചെയ്യൂലേ. അപ്പോൾ അമ്മ വന്നത് കൊണ്ട് തന്നെ ഞാൻ ചിക്കനും മീനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 കിലോ ചിക്കൻ നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് അമ്മയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത്. ചിക്കൻ കറി മിക്ക ആൾക്കാരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഓരോരുത്തരും ഉണ്ടാക്കണത് ഓരോ ടൈപ്പാണല്ലോ. അപ്പോൾ ഇന്ന് അമ്മ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മുളക് തിരുമ്മി വെക്കുന്നുണ്ട് കേട്ടോ. മുളകും അതേപോലെ തന്നെ ഉപ്പും നമ്മുടെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ മുളകൊക്കെ പുരട്ടി വെക്കണത്. അപ്പോൾ നല്ല രീതിക്ക് അമ്മ മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫിഷും കൂടെ മീനും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 1 കിലോ നമ്മുടെ സിലോപ്പിയ മീനല്ലേ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ സിലോപ്പിയ. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ മീനിന്. നിങ്ങൾ സിലോപ്പിയ മീൻ കഴിച്ചവരായിരിക്കും, കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കഴിക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അമ്മ മീൻ കഴുകണതിന് ഒരു സ്പെഷ്യൽ രീതി ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ ബ്ലഡൊക്കെ മുഴുവനായിട്ടും തന്നെ കളയും. നന്നായിട്ട് ഉള്ളിലുള്ള ബ്ലഡും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അമ്മ വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 2-3 വട്ടം കഴുകിയതിന് ശേഷം പിന്നെ അമ്മ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പുണ്ടല്ലോ, നമ്മുടെ കല്ലുപ്പാണ് ഇടേണ്ടത്. ഇപ്പോൾ കല്ലുപ്പ് നമ്മുടെ വീട്ടിൽ തീർന്നത് കൊണ്ട് പൊടിയുപ്പ് ഇതിൻ്റെ മീതെ വെതറിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അമ്മ അങ്ങനെ തന്നെ വെക്കും. 5 മിനിറ്റിന് ശേഷം നന്നായിട്ട് ആ ഉപ്പ് വെള്ളത്തിലിട്ട് മീനൊന്ന് കഴുകിയെടുക്കുമ്പോൾ മീൻ പളബളാന്ന് അങ്ങനെ വെളുത്ത് പാറി നിൽക്കും കേട്ടോ, നന്നായിട്ട് ക്ലീൻ ആവും. പക്ഷെ ഞാനിങ്ങനെ ചെയ്യാറില്ല കേട്ടോ, ഞാൻ വെറുതെ ഒന്ന് കഴുകിയെടുക്കുന്നല്ലാതെ ഈ ഒരു രീതിയിൽ ചെയ്യാറില്ല. അമ്മ ഇങ്ങനെയാണ് ചെയ്യുക. അമ്മയുടെ വീട്ടിൽ, അവിടെ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലിലൊക്കെ നന്നായിട്ട് ഉരച്ചിട്ടാണ് കേട്ടോ മീൻ കഴുകിയെടുക്കുക. ഇപ്പം ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ വെറുതെ ഉപ്പിട്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ കറി എപ്പോഴും ടേസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. ഓയിലിനേക്കാളും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണവും ഗുണവും അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെല്ലുള്ളി ഉണ്ടല്ലോ, അത് ഒരു 2-3 എണ്ണം ഇപ്പോൾ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് എണ്ണയിലോട്ടിട്ട് കുറച്ച് ഉപ്പും വെതറിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ എന്താ പറയുക, റെഡിഷ് കളർ ആവുന്നത് പോലെ ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. ഒരു 3 തക്കാളി കുനൂനാന്നരിഞ്ഞത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം തക്കാളിയും നമ്മൾ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളി അങ്ങനെ ഒന്ന് വരണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുള്ളി, ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഇതൊക്കെ കൂടെ അമ്മ ഒരുമിച്ച് അങ്ങോട്ട് മിക്സിയിൽ അരച്ചതാണ് കേട്ടോ.
നമ്മുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മ ഇത് ഓരോന്നും തനിയെ തനിയെ അരിച്ചിട്ടാണ് കറി ഉണ്ടാക്കുക. ഇപ്പം നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ട് അമ്മ എല്ലാം പാടെ ഒരുമിച്ച് അങ്ങോട്ട് അരച്ചതിന് ശേഷം ഈ ഒരു കൂട്ടിലിട്ട് ഇത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈസി പീസി കറിയാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം പാടെ ഇങ്ങനെ അരച്ച് ഇങ്ങനെ ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഒരു മണമുണ്ട്, ഒരു ക്ഷാലുണ്ട് നമ്മുടെ ചിക്കനിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴും എപ്പോഴും കുറച്ച് എരിവും പൊടികളൊക്കെ കൂടുതൽ ചേർത്താലാണ് അതിൻ്റെ മണം കറക്റ്റായിട്ട് പോവുക എന്നുള്ളത് അമ്മ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുളക് പൊടി നമ്മൾ ഓൾറെഡി അതിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് കൊണ്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തതുകൊണ്ട് മഞ്ഞൾപ്പൊടി എക്സ്ട്രാ ഇടുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കാശ്മീരി ചില്ലി പൊടി ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. അതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാശ്മീരി ചില്ലി പൗഡറിന് എരിവുണ്ടാവില്ല, അത് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതും കുറച്ച് വെതറിയതിന് ശേഷം ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നല്ലപോലെ ഫ്രൈ ആയാലാണ് നമ്മുടെ ചിക്കൻ കറിക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വരിക. അപ്പം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതും പാടെ ഈ ഒരു മസാലയിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതെ അടച്ച് വെച്ച് ഇത് വേവിക്കും. അടച്ച് വെച്ച് നമ്മളൊരു 10 മിനിറ്റൊക്കെ വേവിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിക്കനിൽ ഒരു വെള്ളം ഉണ്ടല്ലോ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ചിക്കൻ വെള്ളം ആയിട്ട് മാറിയിട്ടുണ്ടാവും. നമുക്ക് ഇപ്പം നിങ്ങൾ ഒരുപാട് ആൾക്കാരില്ല, 1-2 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേവി തന്നെ മതി. നമുക്ക് ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും പൊറോട്ടയ്ക്കാണെങ്കിലും ഇതിനുള്ള ഈ ഒരു ഗ്രേവി മാത്രം മതി. പക്ഷേ നിങ്ങൾ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം നമ്മൾ ഒരു ഗ്ലാസ്സോ 1.5 ഗ്ലാസ്സോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തിളപ്പിക്കണം. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് വരും കേട്ടോ. നമുക്ക് രണ്ടിനും 2 ടേസ്റ്റാണ്. വെള്ളം ഒഴിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് വരും എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അമ്മ ഇത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അവസാനം നമ്മുടെ എൻ്റെ പേരെന്താ കിട്ടി നമ്മുടെ മല്ലിയിലയും പാടെ മേലെ വെതറി അടച്ച് വെച്ച് കുറേ സമയം കഴിഞ്ഞ് നമ്മളിത് കഴിക്കുമ്പോൾ യമ്മി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈസി പീസി ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറി ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഏതൊരു കറിക്കും എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ കറി ആയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ കുക്കിംഗ് ഒക്കെ പഠിച്ച് വന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മമ്മ വന്നപ്പോൾ നെയ്തുക്കുട്ടൻ ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞങ്ങൾ തനിച്ചെന്നെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഒരാൾ കൂട്ടിന് വരുമ്പോഴും അവന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മയുടെ കൂടെ അങ്ങനെ നിന്നു. അതേപോലെ തന്നെ അമ്മ നമ്മുടെ തൊടിയിലൊക്കെ ഫുള്ളായിട്ട് തന്നെ പുല്ലുകൾ നന്നായിട്ട് മുളച്ചിട്ടുണ്ട് മഴയൊക്കെ പെയ്തതുകൊണ്ട്. അപ്പോൾ അമ്മ ഫുള്ളായിട്ട് പുല്ല് പറിക്കുന്ന സമയം കൊണ്ട് ഇവൻ ഇവിടെ മണ്ണിൽ കിടന്ന് അങ്ങോട്ട് വിളസുകയാണ് കേട്ടോ. ഞാൻ ചോദിച്ച സമയത്ത് അമ്മ ഗുണ കേവി മറ്റേ സിനിമയുണ്ടല്ലോ, ആ സിനിമയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ, മഞ്ഞുമൽ ബോയ്സ്, ആ സിനിമയിൽ ആ കുഴിയില്ലേ അത് കുഴിക്കുകയാണെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ അമ്മ നമ്മുടെ തൊടിയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്, പുല്ലുകളൊക്കെ ചെത്തി മാറ്റുന്നുണ്ട് കേട്ടോ. അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഫുൾ ടൈം പണിയായിരിക്കും കേട്ടോ. ഇതൊന്നും ഞാൻ പറഞ്ഞ് ചെയ്യിക്കണതല്ല കേട്ടോ, അമ്മ അറിഞ്ഞ് ചെയ്യണതാണ്. ഞാൻ വേണ്ട പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ. അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് അടിക്കലും തുടയ്ക്കലും പെറുക്കലും വാരലും ഒക്കെ ആയിരിക്കും കേട്ടോ. തൊടി മുഴുവനായിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ ഈ പണികളൊന്നും നമ്മൾ ചെയ്യാറുമില്ലല്ലോ, ഞാൻ ആളെ വിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. മാസത്തിൽ ഒരു തവണ ഒരാളെ വിട്ടിട്ട് ഫുള്ളായിട്ട് അടിച്ച് തുടച്ച് തൊടിയൊക്കെ വൃത്തിയാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പുല്ല് പറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്നു കേട്ടോ. ഇനി നമ്മുടെ രാത്രിയിലുള്ള ഹെയർ കെയറും നമ്മുടെ ഹെയർ വാഷ് ചെയ്തിട്ടുള്ള നമ്മുടെ മുടിയുടെ റിസൾട്ടും ആണ് കേട്ടോ ഞാൻ കാണിക്കണത്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 6:30 ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി എമ്മി ആയിരിക്കും കേട്ടോ. അത്രയും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കും. നിങ്ങൾ നോർമലായിട്ട് ഹെയർ വാഷ് ചെയ്യണേനും ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്യണേനും ഒരുപാട് ഡിഫറൻസ് ആണ്. അത് എത്രമാത്രം അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നോർമലി ഉള്ള മുടിയുടെ ഡബിളും ത്രിബിളും ആയിട്ട് മുടി കാണും.
അത്രയ്ക്കും എന്താ പറയുക, മുടി അങ്ങനെ പൊതുപുതാന്ന് ഇങ്ങനെ ഓരോ മുടി ഇഴയും തിക്കായിട്ട് മാറിയിട്ടുണ്ടാവും. അത് ഈ ഒരു ഹെയർ പാക്കിൻ്റെ ഗുണമാണ് കേട്ടോ, അല്ലാതെ ഒരു ദിവസം കൊണ്ട് മുടിക്ക് ഉള്ളു വെക്കണതല്ല. ഇപ്പം നമ്മുടെ ഉലുവ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ ചേർത്ത് വരുന്നില്ലേ, അതേപോലെ നമ്മുടെ മുടി ഇങ്ങനെ ഒന്ന് ബൂസ്റ്റ് ആവണതാണ്. ആ ഒരു റിസൾട്ട് നിങ്ങൾ നെക്സ്റ്റ് ടൈം ഹെയർ ഓയിൽ ഇട്ട് ഷാമ്പു ഹെയർ വാഷ് ചെയ്യണവരിക്കും ഈ ഒരു റിസൾട്ട് അങ്ങനെ തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാവും കേട്ടോ. അത്രയ്ക്കും എന്താ പറയുക, മുടി സൂപ്പറായിട്ട് മാറിയിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ കാണിക്കാം. മുടി നമ്മളിങ്ങനെ ഒന്ന് നോക്കുമ്പോൾ നല്ലൊരു തിളങ്ങി നിൽക്കുന്ന, നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് സ്മൂത്തനിങ് ഒക്കെ ചെയ്യില്ലേ, അതിനേക്കാളും എഫക്റ്റ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിക്ക് ഭംഗിയില്ല, അതേപോലെ തന്നെ ഉള്ളില്ല, മുടിയിൽ സ്പ്ലിറ്റൻസ് ഉണ്ട്, ഡ്രൈനെസ് ഉണ്ട്, പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള പ്രശ്നമുള്ളവർ ഈ ഒരു ഹെയർ പാക്ക് മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അതിലുപരി മുടി നന്നായിട്ട് വളരാനും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഇന്ന് രാത്രി ഹെയർ ഓയിൽ ഇട്ട് ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ഷാമ്പു ഹെയർ വാഷ് ചെയ്തിട്ടുള്ള ഡേ ആണ്. ഇന്ന് ഞാൻ രാത്രിയിലുള്ള മുടി സംരക്ഷണ രീതി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാത്രിയിൽ നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ട് മുടിയില്ലാത്തവർക്കൊക്കെ ഓരോ ടോണേഴ്സ് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്. അതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇന്ന് ഞാൻ എൻ്റെ ഈ നെറ്റിയുടെ ഭാഗത്ത് ഈ നടുവകച്ചിലെടുത്ത് ഒരേ ഭാഗത്ത് ഇപ്പം നടുവകച്ചിലെടുത്ത് ഈ ഒരു ഭാഗത്ത് ഉള്ളു ചെറുതായിട്ടൊന്ന് കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഫുള്ളായിട്ട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ തന്നെ തുടങ്ങണം. അപ്പം ഞാൻ നമ്മുടെ റോസ്മേരിയുടെ ടോണർ ഉണ്ടല്ലോ, അതിപ്പോൾ എന്നും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെറ്റിയുടെ ഭാഗത്ത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉലുവയുടെ വെള്ളം ഉപയോഗിക്കാം, അതേപോലെ തന്നെ തേയിലപ്പൊടിയുടെ വെള്ളവും ഉപയോഗിക്കാം, അതേപോലെ തന്നെ നമ്മുടെ റോസ്മേരിയുടെ വാട്ടർ, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് രാത്രി മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് റോസ്മേരിയാണ്. 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ നമ്മുടെ തേയിലപ്പൊടിയുടെ വെള്ളം അതേപോലെ തന്നെ ഉലുവയുടെ വെള്ളമൊക്കെ ആയിരുന്നു, അത് ടോണേഴ്സ് മാറ്റി യൂസ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ റോസ്മേരിയുടെ വാട്ടർ നെറ്റിയുടെ ഇവിടുത്തെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം രാത്രി സ്കാൽപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പ് നമ്മൾ നന്നായിട്ട് എപ്പോഴും രാത്രി മസാജ് ചെയ്യണം. രാവിലെ നമ്മൾ എത്ര തന്നെ മുടി അഴിച്ചിട്ട് മുടി ശ്രദ്ധിക്കാതെ നടന്നിരുന്നാലും രാത്രി മസ്റ്റായിട്ട് നമ്മൾ ഹെയർ കെയർ ചെയ്തിരിക്കണം. ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് രാത്രിയാണ്. ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല, പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ മസാജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുടി കെട്ടി വെക്കുന്ന രീതിയാണ്. നിങ്ങളെപ്പോഴും മുടി ഞാൻ പറയുന്നത് ബൺ ചെയ്ത് വെക്കരുത്. ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ലൂസായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പിന്നി മെടഞ്ഞ് കെട്ടി വെക്കുന്നതായിരിക്കും നമുക്ക് ഒന്നും കൂടി ഹെയർ ഗ്രോത്തിന് ദി ബെസ്റ്റ്. നമ്മളിങ്ങനെ വലിച്ച് മുറുക്കി മുടിയെ മൊത്തത്തിൽ അങ്ങോട്ട് കെട്ടി വെക്കുമ്പോൾ മുടിക്കും ഒരു ശ്വാസം മുട്ടൽ, ഒരു വീർപ്പ് മുട്ടൽ പോലെയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ വളരെ ലൂസായിട്ടുള്ള രീതിയിൽ ഇതേപോലെ പിന്നി മെടഞ്ഞിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. വൈകുന്നേരം വീണ്ടും ഞാൻ ഇപ്പോൾ കാണിച്ച ഈ ഒരു ടോണറിൽ ഏതെങ്കിലും ഒരു ടോണർ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടുത്ത ദിവസത്തെ ഉള്ള റൊട്ടീൻ ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്നും നാളെയും ഉള്ള റൊട്ടീൻ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഹെയർ ഓയിൽ ഒന്നും നമ്മുടെ മുടിയിൽ വെച്ചിരിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതേപോലെ അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ.